ഈ ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ ചർച്ച നടത്താൻ എന്നെ പോലുള്ള ആളെ നിയോഗിക്കുമോ? ഇല്ലല്ലോ. എന്നെ പറയൂ, ആ ലെവലിൽ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് രാജേഷ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയുമോ? പറയില്ലല്ലോ. അല്ല ഞാൻ എന്തോന്ന് കേട്ടില്ല തിരുവനന്തപുരത്തെ നേതാക്കന്മാരുടെ ഒരു താല്പര്യം ആ വിഷയത്തിൽ അവർ പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ ചർച്ച, എനിക്കറിയില്ല അങ്ങനെ ഒരു ചർച്ച നടന്നതൊന്നും. ഈ നിങ്ങൾ വായിക്കുന്ന വാസ്തവമായിട്ട് ഞാനും ആസ്വദിക്കുന്നതിലപ്പുറം നമുക്ക് ഒരു ഐഡിയ ഇല്ല കോൺഗ്രസിൽ നിന്ന് ആരെയും പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ചർച്ച നടക്കാതെ ഇത് സംഭവിക്കില്ലല്ലോ, ചുമ്മാ വന്ന് ചേരില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ചർച്ച നടത്തിയായിട്ട് എനിക്കും അറിയില്ല. പ്രവർത്തകർ നൂറുകണക്കില്ല. അതിൽ നേതാക്കന്മാർ ഞങ്ങൾ സ്വാഗതം ചെയ്യും. വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. വരാൻ സാധ്യതയുണ്ട്. BJP കോൺഗ്രസിന് മാത്രമല്ല എല്ലാ പാർട്ടികളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവിക എല്ലാ പാർട്ടികളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ആൾക്കാർ ഒരുപാട് പേര് വരും. പിന്നെ മറ്റുള്ള പാർട്ടികളിൽ നിന്നുകൊണ്ടായാലും ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ചിലരൊക്കെ അവിടെ നിന്നിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് നല്ലത്. അവിടെ നിന്നിട്ട് അതും രാഷ്ട്രീയത്തിൽ അതൊരു കലയല്ലേ.